അങ്ങനെ നമ്മൾ മിറാക്കിൾ ഗാർഡൻ്റെ അകത്തോട്ട് കയറിയേക്കാണ്. ഇതാണ് എൻട്രൻസ് വരുന്നത്. വേറെ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുണ്ട് കേട്ടോ, കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് ചാർജ് ചെറിയ പൈസ വരുന്നുള്ളൂ. നമുക്കിത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എമിറേറ്റ്സ് ഐഡി ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ഒന്നും കൊടുക്കും. ഡീറ്റെയിൽസ് ബൈ നിപിൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് മിറാക്കിൾ ഗാർഡനിലോട്ടാണ്. ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്നത് മിറാക്കിൾ ഗാർഡനിലെ അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് പോകാം. എൻ്റെ വീഡിയോ ഉൾപ്പെടുന്നത് എങ്ങനെ നമുക്ക് പോകാം, എന്താണ് ടിക്കറ്റ് ചാർജ്, എന്താണ് അവിടെ കാണാനുള്ളത്, ഇതെല്ലാമാണ് വീഡിയോ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവരും മറക്കാതെ മുഴുവൻ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഗീവയും കൂടെ തരികയാണ് ഈ വീഡിയോയ്ക്ക്. നമ്മുടെ ചാനലിൽ കമൻറ്റ് ഇടുന്നവർക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നല്ല കമൻറ്റിന് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും കമൻറ്റ് ചെയ്യുക വീഡിയോ. അങ്ങനെ നമ്മൾ ജബലലി മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് എമിറേറ്റ്സ് മാൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയേക്കാണ്. എമിറേറ്റ്സ് മാൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബസ്സിനാണ് നമ്മൾ പോകുന്നത്. 105 ബസ് സ്റ്റോപ്പ് മിറാക്കിൾ ഗാർഡൻ്റെ. അപ്പോൾ താഴെ വണ്ടി വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട്. ഇവിടെ നിന്നാണ് പോകുന്നത് ബസ്സിന്. നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ ഇതിനകത്ത്. എൻട്രൻസിനോട് തന്നെ നമ്മളെ ഫ്ലൈറ്റിൻ്റെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡായിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വ്യൂവിലോട്ടാണ് ആദ്യം തന്നെ പോകുന്നത്. നല്ല രസമുണ്ട് ഇവിടെ. നല്ലൊരു ഫ്ലൈറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ. ഇവിടുന്ന് കുറേ നല്ല കാഴ്ചകളുണ്ട്. ഇത് എൻട്രൻസ് മാത്രമാണ്. ഈ ഫ്ലൈറ്റിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ്. നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ നല്ലൊരു എൻ്റർപ്രൈസ് ആട്ടോ. നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ ആൾക്കാരും എടുക്കുന്നുണ്ട്. ഇവിടെ പൈസയ്ക്കാണ് എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇനി ക്യാമറാമാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടി തന്നെ. എന്തായാലും വല്ലാത്തൊരു ലോകമാണ് കേട്ടോ ഇതിനകത്ത്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇത് നല്ല ടൈം എടുക്കുന്നു ചുറ്റി കാണാൻ വേണ്ടി തന്നെ. ഞാൻ ഉദ്ദേശിച്ച് ഞാൻ മാത്രമായിരിക്കും ഗോപ്രോയൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ മിക്കവരും ഗോപ്രോയും Insta360 ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട്. എന്തായാലും വല്ലാത്തൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. പിന്നെ നല്ല റഷുണ്ട് കേട്ടോ. ഇതൊരു മിഡ് വീക്ക് ആയിട്ടുള്ളൊരു ദിവസമാണെങ്കിലും നല്ല റഷുണ്ട് ഇതിനകത്ത്. ഞാൻ ദുബായ് വന്ന ടൈമിൽ തൊട്ട് കാണാൻ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ മിറാക്കിൾ ഗാർഡൻ്റെ. ഇപ്പോഴാണ് ഇതിൻ്റെ അത് കയറാൻ പറ്റിയത്. നല്ലൊരു തിരക്കുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതല്ലാതെ വേറെ കാഴ്ചകളുണ്ട്. നമുക്ക് ആ കാഴ്ചയിലോട്ട് പോട്ടെ. ഒരു ടെഡി ബിയറിനെ ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, നല്ല രസമുണ്ട്. പെൻഗിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറേ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ് ആട്ടത് ഈ മിറാക്കിൾ ഗാർഡൻ്റെ അകത്ത് തന്നെ ദ സ്മർഫ് വില്ലേജ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിലോട്ട്
റീൽസ് ഇടാൻ വേണ്ടിയിട്ട് നല്ല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 360 ഡിഗ്രി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ട് അടിപൊളിയായിരിക്കും കേട്ടോ. ലക്ഷക്കണക്കിന് പൂക്കളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമ്മൾ കാർട്ടൂണിൽ കണ്ടൊരു കഥാപാത്രത്തെ ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇതൊരു ഫോട്ടോ പോയിന്റ് ആട്ടാ. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. നല്ല നല്ല ഫോട്ടോസൊക്കെ കൂടെ എടുക്കാൻ പറ്റും. കണ്ണത്ത ദൂരം കിടക്കാണ്. നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. ഇതിനകത്ത് തന്നെ കേട്ടോ. ഇതിനകത്ത് കുറേ ഉണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. ഇതിങ്ങനെ ഒരു റൗണ്ടിലാണ് കിടക്കുന്നത്. റൗണ്ടിൽ നമുക്ക് നടന്നു പോകാൻ പറ്റിയ രീതിയിലാണ് ഇത് വാക്വേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് അടുത്തൊരു നല്ല രീതിയിലോട്ട് പോകാം. നമുക്ക് ആ ലാസ്റ്റ് കാണുന്ന ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിരിക്കും. ഈ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. കുറേ കാണാനുണ്ട് ഇതിനകത്ത്. നമ്മളിങ്ങനെ കയറി വരാൻ നേരത്ത് ഫ്ലവർ കൊണ്ടുള്ള ഇതുണ്ടോ, ഫ്ലവർ കൊണ്ടുള്ള ക്ലോക്ക് ഉണ്ടോ, നല്ല രസമുണ്ടല്ലേ. നമ്മൾ നടന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ കേട്ടോ. ഇവിടുന്ന് നമുക്ക് എൻട്രൻസ് എല്ലാം കാണാൻ പറ്റും. എൻട്രൻസ് ആ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടുന്ന് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ, എല്ലാം നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഇത് ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലം ഉള്ളത് നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്, ബ്ലറായിട്ട് കിട്ടുന്നുണ്ട് ക്യാമറയ്ക്കകത്ത്. ഇവിടെയൊക്കെ നല്ല നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നടന്ന് എത്തുന്നിടത്ത് നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെ നടന്നത് ലാസ്റ്റ് എത്തുന്നിടത്ത് ഒരു മാർക്കറ്റാണ് വരുന്നത്. മിറാക്കിൾ ഗാർഡനകത്ത് തന്നെ. നമ്മൾ ദുബായിലെ ലോക്കൽ പ്ലേസിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കാൻ നേരത്ത് മിറൻ്റെക്കൊക്കെ എത്രയാണ്? $3 ഇവിടെ ഒരു മിറൻ്റെക്ക് നമ്മൾ കൊടുക്കുന്ന $10. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 3 മിറൻ്റ നമ്മളവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ കുറേ സ്പോട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും.
കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. നല്ല നല്ല രസങ്ങളുള്ള കാഴ്ചയാണ്. മൊത്തം ഫ്ലവർ കൊണ്ടുള്ള ഡെക്കറേഷനാണ്. ഇതുണ്ടോ, ഇതൊക്കെ നല്ലൊരു കാഴ്ച കേട്ടോ. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു കാഴ്ചയാണ്. ഈ ഫ്ലവർ കൊണ്ടുള്ള ബോളും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ക്യാമറ ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ പറ്റിയൊരു കാഴ്ചയാണ്. ഈ ഡോളിൻ്റെ ഈ കറങ്ങുന്ന ഡോള്, അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർഫേസൊക്കെ ഉള്ള ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഗാർഡൻ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. സ്വസ്ഥമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സീറ്റും കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മാർക്കറ്റാണ്. കുതിരനെ കണ്ടോ, കുതിരനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് പുല്ലുകൊണ്ട്. അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഡയറക്റ്റ് കാണാൻ പറ്റും. ഈ ബലൂണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവമൊക്കെ ഓർമ്മ വരുന്നത്. ഇതൊക്കെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടെ കുറച്ച് നല്ല നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കുതിരനെ കണ്ടോ, കുതിരനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് പുല്ലുകൊണ്ട്. അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഡയറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് നല്ല നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നല്ലൊരു കാഴ്ചയാണ്. അങ്ങോട്ട് കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. ഇതൊരു റൗണ്ടിലാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. ഓരോ റൗണ്ടിലും ഈ റൗണ്ട് കറങ്ങി ഈ റൗണ്ടിലാണിത് ഓരോരോ സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കാണാണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് വരുവാണ്. വീടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ നല്ല രസമായിട്ട്.
لا اول واحد लिफ्ट कट जाता هذا المربع ذهبي كبير واحد عفوا അങ്ങോട്ട് പോയിട്ടില്ല, അവിടെ ചുറ്റി കറങ്ങിയിട്ട് പോകാം കേട്ടോ. Ay,
പ്രവാസികളൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ലതാണ്. വീക്കിലി ഒരു ഓഫിന് കറങ്ങാൻ വരാൻ പറ്റിയ ഒരു സ്ഥലം, സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അതാണ് കേട്ടോ. ഇത് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ ഉണ്ട് കുറേ കാണാനുള്ള കാഴ്ചകൾ. നമ്മുടെ അതേപോലെ തന്നെ ലോഗോയും പടമൊക്കെ വരച്ചൊരു സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ചെയ്യുന്ന സംഭവം. ഇങ്ങനത്തെ ഒക്കെ ഒരു സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദുബായിലൊക്കെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം കേട്ടോ. It cuts off the heart though. You don't want to eat it? നമ്മൾ പോകാത്ത സ്ഥലം കൂടിയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റായിട്ട് അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല, ആ ഒരു ഏരിയയിലോട്ട് പോയിട്ടില്ല. നമ്മളിപ്പോൾ പോകുന്ന ആ ഒരു ഏരിയയിലോട്ടാണ്. ആ പെൻകിനെ വെച്ച് ചെയ്യുന്ന അടിപൊളി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ മിറാക്കിൾ ഗാർഡൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നാൾ തന്ന അതേ സപ്പോർട്ട് ഇനി വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.